അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലതരത്തിലുള്ള തബല പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കേൾക്കാത്ത കലാരൂപങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയാണ്, ഒരുപാട് നമ്മൾ കേൾക്കുകയാണ്, കാണാത്ത കലാരൂപങ്ങൾ കാണുകയാണ്. നമുക്കിത് മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വൈബുണ്ട്, ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തമാണ്, അതിൻ്റെ സാക്ഷ്യമാണ് ഈ മൈതാനമാകെ നിറഞ്ഞു കിടക്കുന്ന ആ നൂറുകണക്കിനായിട്ടുള്ള കലാപ്രേമികൾ. ഇങ്ങോട്ടേക്ക് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കാണാൻ പോകുന്നത് ഒരു തബല പെർഫോമൻസ്, ഒരു കിടിലൻ തബല പെർഫോമൻസിലേക്ക്. ഓക്കെ, താങ്ക് യു മോനെ. പേരെന്താ? പേര് ചേട്ടാ, പേരങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ വാ. എന്താ പേരെന്താ? ഗണേഷ് കാർത്തിക്. സ്കൂളാ? AMHS തിരുമല. എത്ര വർഷമായിട്ട് പഠിക്കുക? ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് വായിച്ചു തുടങ്ങുമായിരുന്നു. ഇഷ്ടോ? അതെ. അപ്പൊ ഇനി ഗംഭീരമാവട്ടെ, ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. പൊളിക്കങ്ങോട്ട്. ഓക്കെ മോനെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞു, നമ്മൾ നേരത്തെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഇത്രയധികം ഒരു തലമുറയിലെ എല്ലാ സർഗ്ഗശേഷിയും ഒരിടത്ത് സംഗമിക്കുന്ന ഇത്ര വലിയൊരു മേള ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഇതിൽ ഏഷ്യയിൽ എന്തായാലും ഇല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. ഇവിടെ ഒരുപാട് പേർ കാണാനും ഒക്കെ വന്നിരിക്കുക. ചേട്ടാ പേരെന്താ? ജോസ്. പാട്ട് കാണുക, നൃത്തം കാണുക, അതോ? എല്ലാം കാണാറുണ്ട്. മത്സരാർത്ഥികളൊന്നുമില്ല? ഉണ്ടോ? ഇല്ല. കാണാൻ വേണ്ടി ഇറങ്ങിയ? പിന്നല്ല, കാണാൻ വേണ്ടി ഇറങ്ങിയ. ഇതാ ഇവിടെ. നമസ്കാരം. ചേട്ടൻ്റെ പേര്? പട്ടം സനിത്ത്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്. ഓക്കെ. പിന്നെ ചേട്ടന് ബാങ്ക് മാനേജറുമാണ്. പഴയ കലാപ്രതിഭയാണോ? കലാപ്രതിഭയല്ല, പഴയ സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനമാണ്. ഏതായിരുന്നു ഇവന്റ്? ഏതായിരുന്നു? ഈ പാട്ട് തന്നെയാണ്. ഒരു പാട്ടങ്ങ് രണ്ടുപേരും പാടാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ. ഗംഭീരം. അപ്പം ഇതുപോലുള്ള പഴയകാല പ്രതിഭകളൊക്കെ വരുന്ന ഒരു സമ്മേളന വേദി ആകുന്നുണ്ട് ഇവിടം. എന്ന് പറഞ്ഞാൽ കലാപ്രേമികളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ പ്രൗഢമായി ഗംഭീരം മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ചില സർപ്രൈസ് ഇവന്റുകൾ ബാക്കി.